കാനഡയിൽ നമ്മൾ വീട് മേടിക്കുമ്പോഴത്തേക്കും ധാരാളം വീടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് മാർക്കറ്റ് റേറ്റിനേക്കാൾ ഏതെങ്കിലുമൊക്കെ കുറച്ച് വീടുകൾ പ്രൈസ് താഴ്ന്ന് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു വീട് മേടിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. അപ്പം നമ്മൾ എല്ലാ മാർക്കറ്റിൽ വില കുറഞ്ഞ് കിടക്കുന്ന എല്ലാ വീടുകളും നമുക്ക് പറ്റിയ വീടുകളായിരിക്കില്ല. അതിൻ്റെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് വീടുകളുണ്ട്. അത്തരം വീടുകളെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് റെയിൽവേ ട്രാക്കിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന വീടുകൾ നമുക്ക് ഫാമിലിയായിട്ട് താമസിക്കാൻ അത്ര നല്ലതല്ല. അങ്ങനെയുള്ള വീടുകൾ നമ്മൾ മേടിക്കാതെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ടാമതായിട്ട് നമ്മൾ കാനഡ വീട് മേടിക്കുമ്പോഴേക്കും ഇൻഡസ്ട്രിയോടൊക്കെ തൊട്ട് ചേർന്ന് കിടക്കുന്ന വീടുകൾ നമുക്ക് ഫാമിലിയായിട്ട് താമസിക്കാൻ അത്ര നല്ലതല്ല. അങ്ങനെയുള്ള വീടുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മൂന്നാമതായിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു സിമെട്രി ഉണ്ടെങ്കിൽ അത് നമുക്ക് താമസിക്കാൻ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നമുക്കൊരു നമ്മൾ ഫ്യൂച്ചറിൽ അത് വിൽക്കുമ്പോഴത്തേക്കൊക്കെ അത് ചില ആൾക്കാർ പ്രിഫർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വീടുകൾ ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ കാനഡ വീട് മേടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹൈഡ്രോ ലൈൻസ് ഒക്കെ നമ്മുടെ വീടിന് മേടി വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീടുകൾ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈസ്മെൻറ്റ് എന്തെങ്കിലും രജിസ്റ്റേർഡ് ആയിട്ടുണ്ടോ, ഇപ്പം ഹിഡൻ ആയിട്ടുള്ള ഈസ്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഗ്യാസ് ലൈനൊക്കെ പോകുന്ന ഈസ്മെൻറ്റ് നമ്മുടെ ലാൻഡ് വഴിയോ അതിൻ്റെ അടി വഴിയൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വീടുകൾ, സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും ഒരു ഹോം ബയർ എന്ന നിലയിൽ നല്ലത്. അവസാനമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ടൈപ്പ് ഹോംസാണ് ഈ സ്റ്റിഗ്മാറ്റൈസ്ഡ് ഹോംസ്. അതായത് ഒരു വീട്ടിൽ എന്തെങ്കിലും മർഡറോ അല്ലെങ്കിൽ സൂയിസൈഡോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ നമ്മളൊരു ബയർ എന്ന നിലയിൽ ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങൾ ഒണ്ടാരിയോയിലെ KWC ഏരിയയോടുള്ള സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളാണ്. നിങ്ങളുടെ ഹോം ഹണ്ടിങ് ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഹാവ് എ വണ്ടർഫുൾ ഡേ.